നമുക്കൊക്കെ ഒരു ജീവിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്, നമുക്കൊരു ഗുരുനാഥൻ ഉണ്ടാകുക എന്നുള്ളത്. നമ്മളെ ഉള്ളും പുറവും ഒക്കെ അറിഞ്ഞ് നമ്മളെല്ലാ അർത്ഥത്തിലും നിയന്ത്രിച്ച മഹാനാണ് ബഹറുലും ഓക്കെ ഉസ്താദ്. ഓക്കെ ഉസ്താദ് ദർസി വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുക മാത്രമല്ല അതിനെ സജീവമാക്കുക കൂടി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ദർസി വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ അദ്ദേഹം രണ്ടത്താണിയിലെ ജാമിയ നുസ്രത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാനിവിടെ വരുമ്പോൾ ദാരിമി ഉസ്താദ് കുറച്ച് കുട്ടികളാണ് ഉള്ളത്. താഴെ ഭാഗത്തൊരു കെട്ടിടമാണുള്ളത്, 10 സെൻറ്റ് സ്ഥലമാണുള്ളത്. എറണാകുളം പാലാരിവട്ടത്തുള്ള പൊന്നുരുന്തി ജുമാ മസ്ജിദിലായിരുന്നു ജോലി. അവിടെ നിന്നാണ് ജാമിയ നുസ്രത്തിലേക്ക് വരുന്നത്. ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ട് ബഹറുൽ ഓക്കെ ഉസ്താദിൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീരുമാനമാക്കിയതിൻ്റെ ശേഷമാണ് ഉസ്താദ് തന്നെയാണ് ഇവിടെ ജോലിക്ക് എന്നെ തീരുമാനമാക്കിയത്. സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം. നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി അന്ന് സെക്രട്ടറിയായി എന്നെ നിയമിക്കുകയും അങ്ങനെ നമ്മൾ പ്രവർത്തനം സജീവമായി ഉസ്താദ് കുട്ടികളുമായി കടന്നു വന്നു. അപ്പോൾ ഉസ്താദാണ് ഈ സ്ഥാപനം കൊണ്ടു നടക്കാൻ ഓക്കെ ഉസ്താദ് ഏൽപ്പിച്ചെന്ന നിലയിൽ പിന്നെ അജിസ്ഥാദിനെ സെക്രട്ടറി സ്ഥാനത്ത് ഏൽപ്പിക്കുകയും അന്ന് മുതൽ എൻ്റെ മാനേജർ എന്ന പോസ്റ്റിലേക്ക് എന്നെ നിയമിക്കുകയും ചെയ്തു. ഇൽമിനോട് വലിയ സ്നേഹവും കൂറുള്ള ആളുകളാണ് ആ നാട്ടുകാർ. ഞങ്ങൾ അയൽവാസികൾക്ക് കോളേജ് ഒരു വെളിച്ചമാണ്. റമദാനിലേക്ക് ദർസ് പൂട്ടിപ്പോയാൽ വേഷായ ഉമ്മാക്കും പറയും, കാരണം കോളേജ് പൂട്ടിപ്പോയാൽ ഇവിടെ ഒരു അന്ധകാരമാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ള നാടാണ് KK-പുറം. അതുകൊണ്ട് അവിടെ ദർസ് വേണം. ഈ ഒരു ചിന്തയാണ് ഷെയ്ഖുനാനെ എവിടേക്ക് എത്തിച്ചത്, ഈ സ്ഥാപനം തുടങ്ങുന്നതിലേക്ക് എത്തിച്ചത്. അതിന് ഇവിടുത്തെ സയ്യിദന്മാർ തന്നെ ചെന്നിട്ട് എന്ത് ചെയ്തു, ആദ്യമായി ഷെയ്ഖുനാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. 10 സെൻറ്റ് ഭൂമി വഖഫ് ചെയ്ത് ഏൽപ്പിച്ചു. ഉസ്താദ് പോയ ഉസ്താദിൻ്റെ വിഷമം അങ്ങനെ എന്നുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞ ഉസ്താദ് പിന്നെ ഒരു സമയത്ത് ഞങ്ങളെ വന്ധ്യ പിതാവ് മർഹൂം സയ്യിദ് പൂക്കോയ തങ്ങളോടും പിതാവിൻ്റെ എളാപ്പ സയ്യിദ് അബ്ദുൽ അക്ബർ തങ്ങളോടും അതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളെ വന്ധ്യ പിതാവ് അതിനുവേണ്ടി വഖഫ് ചെയ്തു. 10 സെൻറ്റ് വഖഫ് ചെയ്തു. ഇന്നിപ്പോൾ ആ സ്ഥാപനം നുസ്രത്തിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനം, ദീനി സ്ഥാപനങ്ങൾ, ദർസ് അങ്ങനെ എല്ലാം കൂടിയിട്ട് വളരെ നല്ല റാഹത്തിലാണ്. നുസ്രത്താകുന്ന ഈ കപ്പലിന് എൻജിനുണ്ട്, ഇതിനെന്തുണ്ട്, ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ഇതിന് ക്യാപ്റ്റൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. അതിൽ കടന്നു കയറുന്ന ഒരുപാട് വിങ്ങുകളുണ്ട്. ഒന്ന് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അവർക്ക് അന്നം നൽകുന്ന, ഭക്ഷണം നൽകുന്ന നാട്ടുകാർ, ഗുണകാംക്ഷികൾ, അവരെല്ലാവരും ഈ കപ്പലിൽ കയറിയവരായി മാറും. ഒരു ഉസ്താദാണ് ശരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യന്ത്രം, ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടുത്തെ എല്ലാ ചിലവുകളും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കും എന്നൊരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷേ വളരെ നിർഭയനാണ് ഉസ്താദ്. അതെന്താ കാര്യം ചോദിക്കുമ്പോൾ പറയും, ഇതൊക്കെ അള്ളാഹു തന്നതല്ലേ, അള്ളാഹു ഇത് നടത്തുകയില്ലേ. മാത്രമല്ല ഉസ്താദ് പറയും ചെയ്യും, അള്ളാഹിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ ആ സ്ഥാപനം വലിയ സ്ഥാപനമാകുമെന്നും അവിടെ വലിയ ബാധ്യതകളൊന്നും വരില്ലെന്നും ഏത് പദ്ധതിക്ക് ഒരുങ്ങിയാലും അത് പൂർത്തിയാകുമെന്നും ആര് പറയലുണ്ട്, ഷെയ്ഖുന പറയാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെല്ലാ ഉള്ളും പുറവും എല്ലാ നിലക്കും ആരെ സ്നേഹിക്കുക, സ്ഥാപനത്തിന് സേവനം ചെയ്യുക എന്നൊരു ലക്ഷ്യം നമുക്ക് എന്ത് ചെയ്യാണ് ഉണ്ടായി വരികയാണ്. ഇവിടുത്തെ ഒരു ആത്മീയ സാന്നിധ്യം, പ്രത്യേകിച്ചും അലി ഉസ്താദിൻ്റെ ഒരു തെർബിയത്ത് എന്നത് കുട്ടികളെ മാത്രമല്ല ഉസ്താദുമാരെ പോലും അത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ നുസ്രത്ത് സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയിൽ നിങ്ങൾ വരുന്ന ആ സൊസൈറ്റിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടെന്നുള്ളത്. അപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് എന്നറിയപ്പെടുന്നത് നമ്മളിവിടെ പഠിച്ചു പോയ കുട്ടികളുടെയും കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ അത്രയും കുട്ടികൾ ആ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുത്തിയവരാണ്.
എന്നെ പോലെ മെഡിസിൻ, എൻജിനീയറിംഗ്, IT എന്ന് വേണ്ട ജീവിതത്തിലെ പല മേഖലകളിലേക്ക് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എത്തിപ്പെടാൻ ആത്മവിശ്വാസം തന്നത് നുസ്രത്താണ്. പ്രായോഗികതയുള്ള അധ്യാപകരാണ് നുസ്രത്ത് പഠിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ആധുനിക രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിൻ്റെ മാതൃകയിൽ പ്രൊജക്റ്റുകളും അതോടൊപ്പം ഉള്ള സെഷൻസുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിഷ്കരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം. നമ്മളെപ്പോലുള്ള 300ഓളം നസ്രികളുടെ ജീവിതഛായയാണ് നുസ്രത്ത് എന്ന് പറയുന്ന ഉമ്മ. 10ാം ക്ലാസ്സിന് ശേഷം വലിയ ജീവിത ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാനൊക്കെ ക്യാമ്പസിലേക്ക് വരുന്നത്. പക്ഷേ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയാണ് നമ്മൾ തിരിച്ചു പോയത്. SLCയിൽ തോറ്റവർ +1 തോറ്റവനാണ് ഞാൻ. പക്ഷെ പിന്നീട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നെറ്റ് വാങ്ങി ഒരുപാട് കോളേജുകളിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു വിധാനത്തിലേക്ക് എന്നെ വളർത്തിയത് നുസ്രത്താണ്. 150ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു തൊഴിലായി ഞങ്ങൾ കാണുന്നില്ല. രണ്ടത്താണിയിൽ പരിസരങ്ങളിലും ജാമിയ നുസ്രത്തിൻ്റെയും അതിലെ ഉസ്താദുമാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രവർത്തനം വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്നീ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും ഒക്കെ കാണുമ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് അതിൽ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അള്ളാഹു ഈ സ്ഥാപനത്തെ എന്നെന്നും ഉയർത്തി കൊണ്ടുവരട്ടെ. അള്ളാഹു ഈ കപ്പലിന് കോട്ടമില്ലാതെ ആട്ടമില്ലാതെ ഈ മോജകൾക്കിടയിൽ തിരമാലകൾക്കിടയിൽ ഒരു പ്രതിസന്ധി ഇല്ലാതെ ലക്ഷ്യം കണ്ട് അക്കരെ പറ്റുന്ന സ്ഥാപനമായി കപ്പലായി അള്ളാഹു എത്തിക്കട്ടെ. ഇതിൽ കയറിയവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ.